ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ സ്നേഹം വാങ്ങാൻ വേണ്ടി ഉമ്മക്ക് എന്താ വേണ്ടി? ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്, ഉമ്മക്ക് എന്താ വാങ്ങേണ്ടത്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പറയൂ, എന്തേലും വാങ്ങിയാൽ മതി മോനെ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടായാലും ഉമ്മ പറയും. എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ഉമ്മാനോട് പറയാം, ഉമ്മ പറഞ്ഞ ആ മാങ്ങ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഉമ്മാനെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പണിയെടുത്തു. ഉപ്പാക്ക് ഈ കടലമിഠായി ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ട് ആ കണ്ടതിന് പനി ഓർമ്മ വന്നു. ഉപ്പാന്റെ കൽവിൽ ചെറിയൊരു എന്താ വരികയെന്ന് വെച്ചാൽ കരച്ചിലാണോ സന്തോഷമാണോ എന്തോന്ന് വരും. അടച്ച അങ്ങനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് ഈ ചിലയുടെ ഭയങ്കര പ്രോട്ടോക്കോളാണ്. എന്തെങ്കിലുമൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞാൽ മസല പ്രകാരം അത് പറ്റില്ല. മാതാപിതാക്കൾക്കെതിരെ നീ മസാല പറയലുണ്ടല്ലോ, അതിന്റെ ഒരു സൂപ്പറുള്ള പരിപാടി. ഷാഫി മാമിനോട് ഒരാൾ ചോദിച്ചല്ലോ, ഉമ്മാനോട് തർക്കിക്കാൻ പറ്റും? ഷാഫി മാം റഹ്മുള്ള കൊടുത്ത മറുപടി, ഉമ്മാന്റെ ചെരുപ്പിനോടൊക്കെ തർക്കിക്കാൻ പറ്റൂല. ചിലപ്പോൾ ചില സുന്നത്ത് തന്നെ ഉമ്മാ കൊണ്ടിട്ട് ഒഴിവാക്കേണ്ടി വരും. സുന്നത്ത് ഫർളിന്റെ കാര്യം നിങ്ങൾ നോക്ക്. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക, നിസ്കാരം തന്നെ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു, ഉമ്മാക്ക് വിഷമാവോ എന്ന് പേടിയാണ്. അങ്ങനെ കൈകൾക്ക് പോവുക. നിസ്കാരം എന്ന് പറഞ്ഞ എന്താ പരിപാടി? അള്ളാഹുവിനോട് വർത്താനം പറയുന്ന പരിപാടി. നിസ്കാരത്തിൽ കൈ വെക്കാൻ പറ്റുമോ? പറ്റൂല. ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈകൾക്ക് പോവാ. ഉമ്മ പറയാണ്, ഇന്ന് രാത്രി ഇടയ്ക്കിടെയും ഈ കറണ്ട് പോകുന്നോണ്ട് ഇടിയും മിന്നലൊക്കെ വരുന്നോണ്ട് മഴ പെയ്യുന്നോണ്ട് കാറ്റ് വീശുന്നോണ്ടും എന്തോ ഒരു പേടി, തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ. എന്താ മോനെ